എല്ലാവർക്കും ബയോമെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യസനത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അവസാനിപ്പിച്ചത്. പക്ഷേ ഒരു ദിവസം കൊണ്ട് കുറേ നാടകീയ രംഗങ്ങളുണ്ടായി. ഇന്നിപ്പോൾ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സന്തോഷകരമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെടുകയും നമ്മുടെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. നമ്മൾ പ്രൊമോഷനായിട്ടാണ് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിച്ചതെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് തിരിച്ചു കിട്ടില്ല. ചാനൽ നമുക്ക് റിക്കവർ ചെയ്തപ്പോൾ തന്നെ കിട്ടി, പക്ഷേ വീഡിയോസ് കിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നവരെ വളരെയധികം ശ്രദ്ധിക്കുക. അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ, ഈ ഒരു ദിവസം ഉണ്ടായ നാടകീയ രംഗങ്ങളുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇന്ന് ചെയ്യുന്നത് കുറുപ്പന്തര എന്ന് പറയുന്ന സ്ഥലത്താണ്. ബയോമെക് 20Lൻ്റെ സെക്കൻഡ് മോഡലായ ബയോമെക് 20Lൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതിൻ്റെ വിശേഷങ്ങളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. സെക്കൻഡ് ആൻഡ് തേർഡ് മോഡൽ തമ്മിൽ വ്യത്യാസം, തേർഡ് മോഡലിലും സെക്കൻഡ് മോഡലും തമ്മിൽ ഒരു 10,000 റുപ്പീസിൻ്റെ വ്യത്യാസമാണ് വരുന്നത്, വേരിയേഷനാണ് വരുന്നത്. പക്ഷേ തേർഡ് മോഡലിൽ നമുക്ക് ഇരട്ടി വേസ്റ്റ് ഇടാൻ പറ്റും. അപ്പോൾ ഈ സെക്കൻഡ് മോഡൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് വളരെ പെക്യുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. സെക്കൻഡ് മോഡലിൽ 7 കിലോ ഖരമാലിന്യവും 10 ലിറ്റർ ലിക്വിഡ് വേസ്റ്റുമാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസത്തെ കണക്കാണ്. ഏകദേശം 2.5 മണിക്കൂറാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പാചകവാതകം. ഇതൊരു മിനി കൊമേഴ്ഷ്യൽ മോഡലായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അടുക്കളത്തോട്ടം, അതുപോലെ തന്നെ കോഴി വളർത്തലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വീടിനോട് ചേർന്ന് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള വീടുകളിലേക്ക് വേസ്റ്റ് കൂടുതൽ ഇൻപുട്ട് കൊടുത്ത് പാചകവാതകം കൂടുതൽ എടുക്കാവുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മോഡൽ വെക്കുകയാണ് നല്ലത്. ഇതിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് ഡെയിലി കിട്ടിയാൽ നമുക്ക് ഏകദേശം ഒരു ഏവറേജ് കണക്കാക്കുമ്പോൾ നമുക്കൊരു വർഷം ഒരു 8 സിലിണ്ടറൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് പാചകവാതകം ലഭിക്കും. അപ്പം നമ്മൾ തത്വത്തിൽ പറഞ്ഞാൽ 8,000 രൂപയാണ് ഒരു കൊല്ലം ആവറേജ് കോസ്റ്റ് കണക്കാക്കുമ്പോൾ നമ്മളൊരു കൊല്ലം സേവ് ചെയ്യുന്നത്. അതൊരു 3-4 കൊല്ലം ഉണ്ടെങ്കിൽ നമ്മൾ മുടക്കിയ മുതൽ നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വളവും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ROI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു വിതിൻ 2 ഇയേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും ഒരു ചാനൽ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബാക്കപ്പ് ചാനൽ പോലെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അത് ഉടനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനും നിങ്ങൾ സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഹാക്ക് ചെയ്ത ആ വിശേഷങ്ങൾ നമ്മളൊരു വീഡിയോ ഇട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, താങ്ക് യു.